ഹലോ പ്രിയ കൂട്ടുകാരെ, നമ്മൾ മറ്റേ സഞ്ചരിക്കുന്ന കഥാപാത്രം എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ ചെറിയൊരു ക്രിസ്മസ് ഷൂട്ടിന് പോവാണ്. നമ്മുടെ കറിയാപ്പാപ്പനും ടീം വീണ്ടും തിരിച്ചു വരുന്നു. ഒരു ചെറിയ ത്രെഡ് കിട്ടി. സംഭവം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കി നിൽക്കാനൊന്നും ടൈമില്ല. നമ്മളങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റ് പിറ്റേ ദിവസം ഷൂട്ട് നൈറ്റ് വെക്കുന്നു. ഒരു തിങ്കളാഴ്ച ദിവസം ജോലി കഴിഞ്ഞ് എല്ലാവരും വരുവാണ്. എനിക്ക് ഓഫായിരുന്നു. ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിലും ഒക്കെ നമ്മൾ നമ്മുടെ ടൈം കണ്ടെത്തി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പുറകെ പോകുന്നു. ഇതിൽ ആർക്കും പ്രതിഫലമാകുന്ന ഒന്നും കിട്ടുന്നില്ല. എന്നാലും നമ്മളെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു ചെറിയ ഒരു ഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഒരു ത്രെഡ് വന്നു. അത് ഇനിയും ക്രിസ്മസ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇനി ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇനിയും ടൈം കിട്ടത്തില്ല. ഇനി അടുത്ത ക്രിസ്മസ് വരെ മനസ്സിൽ ഇത് കിടക്കും. അവ എന്തിന് ചെയ്തങ്ങ് തീർക്കാം. പ്രിയപ്പെട്ട നമ്മുടെ ക്യാമറമാൻ നിതിനും എൻ്റെ എല്ലാമായ തങ്കക്കുടം മുറീനിലും കൂടെ നമ്മുടെ ബോബിച്ചായനും മഞ്ജുവും സനൂപും പിന്നെ നമ്മുടെ പള്ളിയിലെ യൂത്ത് മൂവ്മെന്റ് ഒസിവയും പിള്ളേരും എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അങ്ങ് പെട്ടെന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുപോലെ തന്നെ നമ്മളങ്ങ് ചെയ്യുവാണ്. ഇനി എന്തായാലും ഇതിവിടെ കിടക്കുമല്ലോ. പരിപാടിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ എന്നെ ഷെയർ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്ക് ആ ക്യാരക്ടറായിട്ട് മാറുന്നു, ആ കഥാപാത്രം ചെയ്യുന്നു, വീണ്ടും അടുത്ത ക്യാരക്ടർ കിട്ടുന്നു. പൊതുവെ കൊച്ചിലെ സ്കൂളിൽ നിന്നാണ് ഈ മോണാക്ട് മിമിക്രിയൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ നാടകത്തിലോട്ടായി, പിന്നെ ടാബ്ലോ, കഥാരചന, കവിതാരചന, പ്രസംഗം, മലയാളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് നിൽക്കുമ്പോഴും നമ്മുടെ അത്തരത്തിലുള്ള പാഷനൊക്കെ നമുക്ക് കൊണ്ടുപോകാം എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ദൈവാനുഗ്രഹത്താൽ അതൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. അതിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്നുള്ളത് നമ്മളെ ഇങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. അതെപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അതുപോലെ പഠിപ്പിച്ച സാറന്മാരും ഞാൻ ഓർക്കുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ ഒരു ബാഡ്മിൻ്റൺ നെറ്റിൻ്റെ കോമ്പറ്റീഷനോടെയാണ് എൻ്റെ കലാപരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് ബാലജന സഖ്യം മുഖേന ഒരുപാട് സ്റ്റേജുകളിൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തി ഈ സ്റ്റേജിനോടുള്ള ഫിയർ അങ്ങ് പോയി. പിന്നെ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിനക്ക് ടൈം കണ്ടെത്തുന്നത്? മുത്തുമണികളെ ടൈം ഒരിക്കലും എനിക്കും കിട്ടാറില്ല. നമ്മൾ ടൈം ഉണ്ടാക്കിയാണ് പോകുന്നത്, കുടുംബക്കാരെയൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരെ വിളിക്കണം, കൂട്ടുകാരെ വിളിക്കണം, വിളിക്കാത്തവരുടെ പരാതികളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ആരെ മറന്നിട്ടല്ല, സാഹചര്യങ്ങളും കൊണ്ടാണ്. പക്ഷെങ്കിൽ എന്തൊക്കെ ആയാലും നമ്മുടെ ഈ പാഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ മുകളിലുള്ളൊരു പാഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമ എന്നുള്ള പാഷൻ എൻ്റെ, അത് തീർച്ചയായിട്ടും നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിലുണ്ട്. ഷോർട്ട് ഫിലിംസ് ആദ്യം ചെയ്തു തുടങ്ങുമ്പം ഇത്രയും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയിരുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഇത്രയും ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റി, ഒരുപാട് മിമിക്രി സ്റ്റേജുകളിൽ ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. അപ്പം ഇനിയും എന്തായാലും നല്ല ഒരു ക്രിസ്മസ് ഒരു ചെറിയ പരിപാടിയായിട്ട് നമുക്ക് കാണാം. വണ്ടി ഇങ്ങനെ പോയപ്പോഴേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ റെഡ് ലൈറ്റ് ഒക്കെ വന്നപ്പോൾ ചുമ്മാ ക്യാമറ ഓൺ ചെയ്തിട്ടിട്ട് സംസാരിക്കാമെന്ന് വെച്ചു. പിന്നെ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന കഥാപാത്രം എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ലല്ലോ. അതുകൊണ്ട് കിടക്കട്ടെ. താങ്ക് യു സോ മച്ച്.